بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബദ വഅസമ അൽഅഹ്സാബ വഅദ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു പുതിയ പഠന സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് നമ്മൾ. ഹദീസ് പഠനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കിതാബ് തിരഞ്ഞെടുത്ത് അതിൻ്റെ പഠനവുമായി മുന്നോട്ട് പോകാനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലക്ക് ഹദീസ് പഠന രംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്താണ് ഹദീസ്, എങ്ങനെയാണ് ഹദീസ് ഉണ്ടായത് എന്ന നിലക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ ഗൗരവമായ രൂപത്തിലുള്ള ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഗ്രന്ഥപാരായണം എന്ന നിലക്കുള്ള പഠന രംഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാഭാവികമായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധമായ ഖുർആൻ. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മാർഗനിർദ്ദേശക ഗ്രന്ഥമായ ഗ്രന്ഥം. ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥം എന്ന് സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഗ്രന്ഥത്തെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശകമായ ഒന്നാമത്തെ ഗ്രന്ഥം. ഇനി ഈ ഖുർആൻ കഴിഞ്ഞാൽ അത് ദൈവികമായ സന്ദേശമാണ് ഖുർആൻ. ഓരോ കാര്യങ്ങളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, അതിനുമപ്പുറത്തേക്ക് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവൻ മാർഗദർശകമായൊരു ഗ്രന്ഥം, ഗൈഡാണത്. എങ്ങനെയാണ് പോകണം, ഏത് വഴിക്ക് പോകണം, ഏത് വഴിക്ക് എങ്ങനെ പോകണം, ഇങ്ങനെയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇങ്ങനെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആനിൽ ചില കാര്യങ്ങൾ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഖുർആനിൽ ഹജ്ജിനെ പറ്റി പറയുന്നുണ്ട്, ഖുർആനിൽ നോമ്പിനെ പറ്റി പറയുന്നുണ്ട്, ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ രൂപത്തെക്കുറിച്ച്, അതിൻ്റെ കൈഫിയത്തിനെ കുറിച്ചോ അതിൻ്റെ അഹ്കാമുകളെക്കുറിച്ചോ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റില്ല. അവിടെയാണ് ഹദീസിൻ്റെ പ്രസക്തി വരുന്നത്. അഥവാ ഖുർആനിൻ്റെ വിശദീകരണമായ ഗ്രന്ഥമാണ് ഖുർആനിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഹദീസ്. ഖുർആൻ, ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് ഹദീസിലെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആനും ഹദീസും എന്നുള്ളത്
പരസ്പര പൂരകമാണ്. ഒന്ന് തള്ളിക്കൊണ്ട് മറ്റൊന്നിനെ മാത്രം സ്വീകരിക്കാൻ പറ്റൂല. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വഴിയിലൂടെയാണ് പ്രവാചകൻ വിട്ടേച്ച് പോയിട്ടുള്ളത്. ആ വഴിയിൽ നമുക്ക് സ്വീകരിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്: ഖുർആനും പ്രവാചകന്റെ സുന്നത്തും. ഇത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്ക് ആ നേരായ പാതയിലൂടെ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാൻ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ എളുപ്പമാക്കാൻ സാധിക്കും. പക്ഷേ അവിടെയാണ് പ്രശ്നം വരുന്നത്. ചില ആളുകൾക്ക്, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില ആളുകൾക്കുള്ള വാദം, ഹദീസ് വേണ്ട, ഖുർആന് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിനെ തള്ളിപ്പറയുന്ന ആളുകളും ഈ അടുത്ത കാലത്തായി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ എന്തു പറയുന്നുണ്ടോ അത് മുഴുവൻ അംഗീകരിക്കണം. അതല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഭാഗം മാത്രം ഞാൻ അംഗീകരിക്കുക, ബാക്കിയുള്ളത് ഞാൻ തള്ളിക്കളയുക എന്ന രൂപം പറ്റൂല. ഖുർആൻ എന്തു പറയുന്നു അത് അതുപോലെ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഹദീസ് എന്തു പറയുന്നുവോ ആ ഹദീസുകളും അതുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ നിർബന്ധമായൊരു ബാധ്യതയാണ് എന്ന നിലയ്ക്ക് തന്നെ അതിനെയും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഖുർആന് മാത്രം മതിയല്ലോ, ഹദീസ് വേണ്ട എന്ന നിലക്കുള്ള തീരുമാനങ്ങളും എന്ന നിലക്കുള്ള നിലപാടുകളും അത് മതത്തിന് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിച്ചു. അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹർ റസൂൽ ബല്ലിഅ മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് താങ്കളുടെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ഖുർആനിൻ്റെ ആദ്യ വഹ്യ് ആരംഭിച്ചത് മുതൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് അവതരിച്ചത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ലോകത്തിൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പ്രവാചകന്റെ അവസാനത്തെയും ആദ്യത്തെയുമായ ഹജ്ജത്തുൽ വിദാ എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ ആ അറഫ പ്രസംഗത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹുവേ, നീ ഏൽപ്പിച്ച എന്നിൽ അർപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നീ സാക്ഷിയാണ്. മാത്രമല്ല ഇവിടെ ഒരുമിച്ചു കൂടിയ മുഴുവൻ ജനങ്ങളും അല്ലാഹുവേ അതിന് സാക്ഷിയാണ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും നമുക്ക് ഹദീസുകളിൽ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഖുർആന്, ഹദീസ് എന്നുള്ള ഈ 2 അടിസ്ഥാന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ഇനി മാത്രമല്ല, ഇത് ഒന്ന് നേരിട്ട് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തതാണ്. ഖുർആനിലെ ഓരോ ആയത്തുകളും അത് ഇന്ന സ്ഥിതിക്ക് ഇന്ന ആയത്ത്, ഇന്ന സൂറത്ത്, ഇന്ന നമ്പർ എന്ന് വളരെ കൃത്യമായി അതിൻ്റെ ക്രോഡീകരണം നടത്തിയതും അള്ളാഹുവാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത് എന്നുള്ള നിലക്ക് തന്നെ അത് ക്രോഡീകരിച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. പക്ഷേ ഹദീസ് അങ്ങനെയല്ല. ഹദീസ് വ്യത്യസ്തമാണ്. അതേ സമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹദീസ് എന്നുള്ളത് ഖുർആനിൻ്റെ വിശദീകരണമാണ്. ഈ ഹദീസ് എന്നാൽ അള്ളാഹുവിൻ്റെ വാക്കുകളല്ല, പക്ഷേ അത് അള്ളാഹു വഹിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കുന്ന വാക്കുകൾ, ചില കാര്യങ്ങൾ അത് പ്രവാചകന്റെ വാക്കുകളിലൂടെ സാന്ദർഭികമായി ഓരോ സമയങ്ങളിൽ പ്രവാചകൻ തൻ്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത്. അതാണ് ഹദീസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ സാധാരണ നമ്മൾ പറയാറുള്ളത്, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി കിടക്കുന്നത് ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലുഹു വതഖരീറുഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, പ്രവാചകന്റെ മൗനാനുവാദം. ഇത് മൂന്നുമാണ് ഹദീസ് എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും.
പ്രവാചകൻ ഒരു കാര്യത്തെക്കുറിച്ച് വാക്കാൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചിലതിനെക്കുറിച്ച് പ്രവാചകൻ വാക്കായിട്ട് പറഞ്ഞു. ചിലതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ചെയ്ത് കാണിച്ചു തന്നു. ഇന്ന രൂപത്തിൽ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ നിസ്കരിക്കണം. എങ്ങനെ? കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് എപ്രകാരമാണ് നിങ്ങൾ കണ്ടത്? എൻ്റെ നിസ്കാരം അത് നിങ്ങൾ എങ്ങനെയാ കണ്ടത്? അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തു. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും. നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കണം. കാരണം അടുത്തൊരു വർഷം നിങ്ങളെ കൂടെ ഹജ്ജ് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. ആ ഹജ്ജിന്റെ പ്രവാചകൻ ആദ്യവും അവസാനവുമായി ചെയ്ത ഹജ്ജിന്റെ കർമ്മങ്ങളാണ് കാലാകാലമായി ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും മുസ്ലിം സമൂഹം ചെയ്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹജ്ജിന്റെ രൂപം എന്നുള്ളത്, നമസ്കാരത്തിന്റെ രൂപം, വുളൂഇന്റെ രൂപം, എല്ലാം വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ശേഷമാണ് ഈ ലോകത്തു നിന്ന് വിട വാങ്ങിപ്പോയിട്ടുള്ളത്. ഓരോന്നും വുളൂഇന്റെ രൂപം. ഇന്ന് പലരും പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പലരും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എവിടെയായാലും എല്ലാറ്റിനും കൃത്യമായ രൂപം. ഇപ്പൊ വുളൂഇന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കൃത്യമായി എങ്ങനെ കൈ കഴുകണം, ഓരോന്ന് എങ്ങനെയാണ് തല തടവേണ്ടത്, ചെവി തടവേണ്ടത്, കാല് കഴുകേണ്ടത്, എല്ലാം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരത്തിന്റെ കാര്യമാകട്ടെ, എവിടെ കൈ കെട്ടണം, എങ്ങനെ കെട്ടണം, എങ്ങനെ റുക്കൂ ചെയ്യണം, ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചതാണ്. പക്ഷെ ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ നമസ്കരിക്കണം. നമസ്കാരം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ജനങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം. അപ്പൊ ഈ സമയം ഏതാ? ആ സമയം എവിടുന്നാ കിട്ടുക? നമുക്ക് പ്രവാചകൻ പറഞ്ഞു, സുബഹ് ഇന്ന സമയത്ത്, ളുഹർ ഇന്ന സമയത്ത്, അസ്ർ ഇന്ന സമയത്ത്, മഗ്രിബ് ഇന്ന സമയത്ത് കൃത്യമായി പഠിപ്പിച്ചു. അതനുസരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഇന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങോട്ട് തിരിയണം? അത് ഖിബിലയിലേക്ക് തിരിയണം എന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ ക്രോഡീകരണം എന്നുള്ളത് അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അത് ഓരോന്ന് കൃത്യമായി അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ്യ് നൽകുകയും അതനുസരിച്ച് നമുക്ക് അറിയാം ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രവാചകന്റെ അവസാനത്തെ റമളാൻ, ആ പ്രവാചകന്റെ അവസാനത്തെ റമളാനിൽ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും 2 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആൻ റിപ്പീറ്റ് ചെയ്ത് ഓദിക്കുകയും ചെയ്തു എന്ന ചരിത്രമെല്ലാം നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ പൂർത്തീകരണമാണ്. ഇത് സ്വഹാബികൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്ന ആയത്ത് ഇന്ന സ്ഥിതിക്ക് ഇന്ന ഭാഗത്ത് ഇന്ന സൂറത്തിൽ എത്രാമത്തെ നമ്പർ എന്ന നിലക്ക് അത് അള്ളാഹു നിശ്ചയിച്ച ക്രമമാണ്. പക്ഷെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹദീസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പ്രവാചകന്റെ വാക്ക്, പ്രവാചകന്റെ പ്രവൃത്തി, മൗനാനുവാദം. ഇപ്പൊ വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാകും. ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാകും. പ്രവാചകൻ ഇന്ന കാര്യം നിങ്ങൾ ചെയ്യ്, ഇന്ന് നമസ്കരിക്കണം, നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അത് പ്രവാചകന്റെ വാക്കാണ്. അതേപോലെ അത് പ്രവാചകൻ ചെയ്ത് കാണിച്ചു തരുമ്പോൾ അത് പ്രവാചകന്റെ അതാണ്, ഫിഅലാണ്. എന്ന ചില കാര്യത്തിൽ പ്രവാചകന്റെ തഖ്രീറാണുള്ളത്. സാധാരണ നമ്മൾ തഖ്രീറിന് ഉദാഹരണം പറയാറുള്ളത്, ഒരു പ്രവാചകൻ ഇരിക്കുന്നൊരു സദസ്സിൽ ഉടുമ്പിന്റെ മാംസം കൊണ്ടുവന്നു. ഉടുമ്പിന്റെ മാംസം പ്രവാചകൻ ഇഷ്ടമല്ല, പ്രവാചകൻ അത് കഴിച്ചില്ല, കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ അത് കഴിച്ചു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ പ്രവാചകൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉടുമ്പിന്റെ മാംസം പ്രവാചകൻ കഴിച്ചില്ല, പക്ഷേ സഹാബികൾ കഴിച്ചപ്പോൾ പ്രവാചകൻ അത് തടഞ്ഞിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ പ്രവാചകൻ മൗനമായിട്ട് അത് അനുവദിച്ചു, ഉടുമ്പിന്റെ മാംസം കഴിക്കുക എന്നുള്ളത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ഹദീസിലും ചരിത്രത്തിലും കാണാൻ കഴിയും. അവിടെയാണ് ഒറ്റ വാക്കിൽ നമ്മൾ പറയാ ഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലുഹു വതഖ്രീറുഹു എന്നുള്ളത്. ഇനി ഹദീസിന്റെ ക്രോഡീകരണം വലിയൊരു വിഷയമാണ്. ഹദീസിന്റെ ക്രോഡീകരണം എന്ന് പറയുമ്പോൾ, കാരണം ഖുർആന് എന്നുള്ളത് കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നതാണ്. ഓരോ ആയത്തുകളും അവതരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ, ലാ തുഹർരിക ബിഹി ലിസാനക ലിതഅജല ബി
ഇന്ന അലൈന ജംഅഹു വ ഖുർആന എന്ന് സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ലാ തുഹർരിക് ബിഹി ലിസാനക, അല്ലയോ പ്രവാചകരെ, ഈ ഖുർആൻ ഹിഫ്ളാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നാവിനെ എങ്ങനെ ക്രമാതീതമായി ചലിപ്പിക്കേണ്ട ആവശ്യമില്ല. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈന ജംഅഹു വ ഖുർആന. നമ്മളാണ് ഈ ഖുർആനെ ക്രോഡീകരിക്കുക. ആ ഖുർആന്റെ ക്രോഡീകരണം അല്ലാഹു ഏറ്റെടുത്തതാ. എന്നാൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ആയത്തുകൾ പ്രവാചകൻ തൊട്ടടുത്ത സമയം തന്നെ സ്വഹാബികളെ വിളിച്ച് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും, അവരത് മനഃപ്പാടമാക്കും. അതോടൊപ്പം തന്നെ പ്രവാചകൻ അന്നുണ്ടായിരുന്ന എഴുതി രേഖപ്പെടുത്തി വെക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഖുർആനുമായി ബന്ധപ്പെട്ടതെങ്കിൽ. മറ്റ് ഹദീസുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഈ കൃത്യമായ രൂപമില്ല. പ്രവാചകൻ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ എഴുതി വെക്കരുത് എന്ന്. പിന്നെങ്ങനെ ഇത് കിട്ടി? അഥവാ പ്രവാചകന് എത്രയോ സന്ദർഭങ്ങളിൽ പ്രവാചകൻ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞ ഹദീസുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടപ്പറയിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞ ഹദീസുകളുണ്ട്. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളുണ്ട്. ജുമുഅയുടെ സമയത്ത് പ്രവാചകൻ പറഞ്ഞ ഹദീസുകളുണ്ട്. ഓരോ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ സാധാരണ നമ്മളെ മതത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ള എന്താ? നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ എന്താ പറയാറുള്ളത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാവിലെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ ബിസ്മിക റബ്ബി വലഅതു ജംബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ബെഡിലേക്ക് തല ചായ്ക്കുന്നത് വരെയുള്ള ഓരോ സന്ദർഭത്തിലും ഓരോ സമയത്തിലും ഓരോ കാര്യത്തിലും അവൻ എങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് മുഴുവൻ നിരീക്ഷണ വിധേയമായതായിരുന്നു. പ്രവാചകന്റെ ഓരോ ചലനങ്ങളും സ്വഹാബികൾ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. പ്രവാചകന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഓരോരോ കാര്യവും. അതുകൊണ്ടാണ് എങ്ങനെ കുടിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇത്ര വ്യക്തമായി ഒന്നും ഒരു മതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതെല്ലാം എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? ഹദീസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഖുർആന് മാത്രം മതി, ഹദീസ് വേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു മുഅ്മിനിന് കഴിയില്ല. ഖുർആൻ എത്രത്തോളം പ്രസക്തിയുണ്ടോ പരിശുദ്ധമായ ഇസ്ലാമിൽ, അതേപോലെ തന്നെ തുല്യമായ പ്രസക്തിയാണ് ഹദീസിനുള്ളത്. ഖുർആൻ അനുസരിച്ച് മാത്രം എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഒരു മുഅ്മിനിനും ഒരു മനുഷ്യനും പറയാൻ പറ്റൂല. അത് ഹദീസിനെ തള്ളിക്കളയലാണ്. ഹദീസിനെ തള്ളിക്കളഞ്ഞാൽ അവൻ്റെ വഴി നരകത്തിലേക്കായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇനി മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ്? സൂറത്തു നിസായിലെ 59-ാമത്തെ വചനം. എന്താണ് ആ വചനം? യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അല്ലയോ വിശ്വസിച്ചവരെ, അത്തിഉല്ലാ, നിങ്ങൾ അല്ലാഹുവെ അനുസരിക്കണം, വ അത്തിഉർ റസൂൽ, റസൂലിനെയും അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ വാപ്പാനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വാപ്പാന്റെ വാക്ക് അനുസരിച്ച് നമ്മളെ ജീവിതത്തെ നമ്മൾ ചുട്ടപ്പെടുത്തുക. അധ്യാപകരെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അധ്യാപകര് എന്ത് പറയുന്നുവോ അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ആ കാര്യങ്ങൾ ചിട്ടയോടുകൂടി കൊണ്ടുപോവുക. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? അള്ളാഹു നമ്മളാരും പിറകെ വന്നിട്ട് ഓരോ കാര്യം പറയുന്നില്ലല്ലോ. അപ്പൊ അള്ളാഹിനെ അനുസരിക്കാനുള്ള വഴി അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ട്, ഖുർആനാണ്. അള്ളാഹിനെ അനുസരിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാം. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശകമായ ഗ്രന്ഥമാണത്. ആ മാർഗനിർദ്ദേശകമായ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ അനുസരിക്കല. മാത്രമല്ല വ അത്തിഉർ റസൂൽ, റസൂലിനെയും അനുസരിക്കണം. എങ്ങനെ റസൂലിനെ അനുസരിക്കുക? ആ പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ, ആ പ്രവാചകൻ കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെയും നമ്മൾ ചുട്ടപ്പെടുത്തുക
എന്നുള്ളതാണ് പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളതിലൂടെ മനസ്സിലാക്കുന്നത്. വീണ്ടും പറയുന്നവ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളെ നിങ്ങൾ അനുസരിക്കണം, നേതാക്കളെ അനുസരിക്കണം എന്നും പറയുന്നു. മാത്രമല്ല ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ അള്ളാഹനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ നേതാക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, നിങ്ങൾ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ നിങ്ങൾ അങ്ങോട്ട് മടങ്ങണം. ഫറുദ്ദു ഇലല്ലാഹി വർ-റസൂൽ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉലിൽ അംറിനെ നിങ്ങൾ ഒഴിവാക്കണം. ആ ഉലിൽ അംറിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം. അത് വിശുദ്ധ ഖുർആനിൽ ലിഖിതമായ നിയമമാണ്. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടാണ്. അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം, നേതാക്കളെ അനുസരിക്കണം എന്നുള്ളത്. അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മാത്രം മടങ്ങുക. അപ്പൊ ഇത്ര ഗണ്യതമായി ഖുർആൻ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഖുർആൻ അനുസരിച്ച് മാത്രം, എനിക്ക് ഖുർആൻ മാത്രം മതി, ഹദീസിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിൽ കൂട്ടിച്ചേർത്തതുണ്ട്, അതുകൊണ്ട് എനിക്ക് ഹദീസ് വേണ്ട എന്ന് പറയാൻ ഒരു മുഅ്മിനിന് പറ്റൂല. അത് ഗണ്യതമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാന്ദർഭികമായി ഓരോ സമയങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത സന്ദർഭങ്ങളിൽ ഇറക്കിക്കൊടുത്ത ആയത്തുകളുമുണ്ട്, നൽകിയ സന്ദേശങ്ങളാണ് പ്രവാചകന്റെ ഹദീസുകൾ. പ്രവാചകന്റെ ഓരോ വാക്കുകളും പ്രവാചകൻ വെറും വർത്താനം പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ പറയുന്ന പോലെയുള്ള നാലാൾ കൂടിയിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പറയുന്ന രൂപത്തിലല്ല പ്രവാചകന്റെ വാക്കുകൾ. പ്രവാചകന്റെ വാക്കുകൾ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചകൻ വെറും വർത്താനം പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ ഓരോ വാക്കുകളും ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, റബ്ബിൽ നിന്നുള്ള ദിവ്യ സന്ദേശമായിരുന്നു ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വാക്കുകളും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ജീവിതം നയിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളിലും നമ്മൾ ഹദീസ് പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലും ആ രൂപത്തിലേക്ക് നമ്മൾ ഇറങ്ങി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ അള്ളാഹു സംരക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആന് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ദിക്റുകൾ ഇറക്കിയിട്ടുള്ളത് നമ്മളാണ്. അള്ളാഹു പറയുന്നു വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസിനെ സംബന്ധിച്ച് ആ ഒരു സംരക്ഷണമല്ല. പിന്നെ ഹദീസ് എവിടുന്നേ വന്നത്? പ്രവാചകന്റെ വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മഹാനായ ഉമർ, ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ ഇതിന് സമാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഈ ജീവിതത്തെ പഠിക്കാൻ, പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിക്കാൻ സ്വഹാബികൾ എത്രത്തോളം വ്യഗ്രത പുലർത്തിയിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അയൽവാസിയും ഒരു കരാറിലെത്തുകയാണ്. എന്താണ് കരാറ്? നമ്മൾ മുഴുവൻ സമയവും നമ്മൾ പ്രവാചകന്റെ സദസ്സിൽ ഇരിക്കുക എന്നുള്ളത് നമുക്ക് കഴിയും. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രതിസന്ധി എന്താ? നമ്മളെ കുടുംബം പട്ടിണിയാകും, നമ്മളെ ഉപജീവന മാർഗം തടയപ്പെടും. അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യാം, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തുക. ഇന്ന് എന്ത് ചെയ്യാം, നമുക്കെല്ലാവരും വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേട്ട ചരിത്രമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പണിക്ക് പോവുക, നീ പ്രവാചകന്റെ സദസ്സിൽ പോവുക. വൈകുന്നേരം തിരിച്ചു വന്നിട്ട് എന്താ പ്രവാചകൻ പറഞ്ഞത്, എന്താ പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് എനിക്ക് പഠിപ്പിച്ചു തരാം. നാളെ ഞാൻ പ്രവാചകന്റെ സദസ്സിൽ പോവുക, നീ ജോലിക്ക് പോവുക. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിട്ട് തങ്ങളുടെ ഉപജീവന മാർഗത്തെ ആ രൂപത്തിൽ ക്രമപ്പെടുത്തിയിട്ട് അത്ര ആവേശത്തോടു കൂടി പ്രവാചകന്റെ വാക്കുകൾ കേട്ടവരാ സഹാബികൾ. അവരാണ് ഈ ഹദീസിനെ മനഃപ്പാടമാക്കിയതും അവരാണ് ഈ ഹദീസുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നതും.
ധാരാളം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അവരൊക്കെ അഹ്ലു സുഫയിൽപ്പെട്ടതായിരുന്നു. എന്താ ഒരു പ്രത്യേകത? പള്ളിയിൽ തന്നെ കിടന്ന്, പള്ളിയിൽ തന്നെ ജീവിച്ച്, അവിടുന്ന് ഭക്ഷണം കഴിച്ച്, അഥവാ പ്രവാചകന് എത്രത്തോളം പ്രവാചകനോട് അടുത്ത് നിൽക്കാൻ പറ്റുമോ അത്രയും പ്രവാചകനോട് അടുത്ത് നിന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് തന്നെ മുത്തബിഉസ് സുന്ന എന്നാണ്. അദ്ദേഹത്തിന് മുത്തബിഉസ് സുന്ന എന്ന പേര് കിട്ടാനുള്ള കാരണം പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ, പ്രവാചകൻ കാല് വെച്ചെടുത്ത് കാല് വെക്കാൻ, പ്രവാചകൻ നടന്ന പോലെ നടക്കാൻ, പ്രവാചകൻ ഇരുന്ന പോലെ ഇരിക്കാൻ, അങ്ങനെ എത്രത്തോളം ജീവിതത്തിൽ പ്രവാചകനെ അനുധാവനം ചെയ്യാൻ കഴിയോ അതിൻ്റെ മാക്സിമം പ്രവാചകൻ അനുധാവനം ചെയ്ത വ്യക്തിയായിരുന്നു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മനപ്പാടമാക്കിയിട്ടുള്ളത് പ്രവാചകന്റെ സ്വഹാബികളാണ്. പ്രവാചകന്റെ സ്വഹാബികളിലൂടെയാണ് പ്രവാചകന്റെ ഈ സന്ദേശങ്ങൾ നമുക്ക് കിട്ടുന്നത്. പ്രവാചകന്റെ ആ ഉമ്മത്തിനെ കുറിച്ച് നമുക്കറിയാം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ, മുഹാജിറുകളും അൻസാറുകളും ആരാണവര്? അല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അവര് നന്മയുടെ വഴിയിൽ പ്രവാചകനെ പിൻപറ്റിയ നല്ല മനുഷ്യരായിരുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹും, അവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ് റളിയല്ലാഹു അൻഹും, അവരെ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വറളു അൻഹും, അവർ അള്ളാഹുവേയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ആലോചിച്ചു നോക്കണം, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. നമ്മളിപ്പോൾ അള്ളാഹിനെ തൃപ്തിപ്പെടാം, പക്ഷേ നമ്മുടെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുക എന്നുള്ളത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു ഉമ്മത്തിനെ കുറിച്ച്, ആ ഒരു സമുദായത്തെക്കുറിച്ച്, മുഹാജിറുകളെ കുറിച്ച്, അൻസാറുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ് റളിയല്ലാഹു അൻഹും വറളു അൻഹും, അവർ അള്ളാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരിലൂടെയാണ് ഈ ഹദീസ് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. ഓരോ ഹദീസുകൾ നമുക്ക് കാണാം. നമ്മൾ ഹദീസ് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോ സഹാബികളുടെയും പേരുകളോട് ചേർത്തിട്ടാണ് ഈ ഹദീസുകൾ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത്. പിന്നെ ഇതെങ്ങനെ വന്നത്? പ്രവാചകന്റെ കാലശേഷം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഈ ഹദീസുകൾ ക്രോഡീകരിക്കണമെന്ന ചിന്ത. ഹദീസിന്റെ ക്രോഡീകരണം എന്നുള്ളത് വളരെ വിശാലമായൊരു വിഷയമാണ്. ഹദീസ് എങ്ങനെയാണ് ക്രോഡീകരിക്കപ്പെട്ടത്, അതിൻ്റെ ചരിത്രങ്ങളൊക്കെ വിശാലമായൊരു മേഖലയാണ്. അവിടെ ഇത് ഇങ്ങനെ ഖുർആൻ ഉണ്ട്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ തങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. അത് മാത്രവുമല്ല, ഹദീസ് അറിയുന്ന പ്രവാചകന്റെ സദസ്സിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ സ്വഹാബികളൊക്കെ മരണപ്പെട്ടു പോകാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ ഒരു സമൂഹം, എൻ്റെ ഉമ്മത്താണ് ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറു ഉമ്മത്ത്, അത് പ്രവാചകന്റെ സ്വഹാബികളാണ്. ആ സ്വഹാബികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹദീസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവിടെയാണ് ഈ ഹദീസുകൾ ക്രോഡീകരിക്കണമെന്ന ചിന്ത വരുന്നത്. അങ്ങനെ ധാരാളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രചാരണാർത്ഥം സ്വഹാബികളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു താമസം. അപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ ഇമാം ബുഖാരിയുടെ ഒക്കെ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, ഒരു ഹദീസ് ഉണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അന്ന് ആ കാര്യം കേട്ടത് ഇന്ന വ്യക്തിയാണ് എന്നൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കാണാൻ പോകും.
ആ വ്യക്തിയെ കാണാൻ മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ആ വ്യക്തിയെ കാണാൻ പോവുക. എന്നിട്ട് അയാളോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നബിന്ന് കേട്ടിട്ടുണ്ടോ? ഏത് സമയത്തിലാണ് കേട്ടത്? നിങ്ങളിത് കേട്ടപ്പോൾ നിങ്ങളെ കൂടെ ആരാ ഉണ്ടായിരുന്നത്? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുകയാണ്, എന്തോ ഒരു വാർത്ത, ഒരു രഹസ്യമായ വാർത്ത. നമ്മൾ പരസ്പരം സ്വകാര്യം പറയും. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഒരാളോട് പറഞ്ഞു, അപ്പോൾ ആ ആൾ പോയിട്ട് മറ്റൊരാളോട് പറയും, ആരാ നിങ്ങളോട് അത് പറഞ്ഞത്? അപ്പോൾ ആളോട് അതങ്ങനെ നമ്മൾ അതിൻ്റെ ചെയിന് പരിശോധിക്കും. അതെന്ത്? അതിൻ്റെ സത്യാവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അത് അയാൾ പറഞ്ഞതല്ലേ, അപ്പം നമുക്കത് അങ്ങനെ തള്ളിക്കളയെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഹദീസുകളുണ്ട്. അത്രയ്ക്ക് സൂക്ഷ്മമായ വഴികളിലൂടെയാണ് ഈ ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദിവസങ്ങളും മണിക്കൂറുകളും മാസങ്ങളും യാത്ര ചെയ്ത് ഒരു സംഭവം പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം ഇതേപോലെ 2 മാസത്തോളം യാത്ര ചെയ്തിട്ട് ഒരു റാവിയെ കാണാൻ പോയി. ഈ യാത്ര ചെയ്ത് ഇയാളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കാണുന്നത് ഇയാൾ ആടിനാണെന്നും ഒട്ടകത്തിനാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മൃഗത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇലയാണ് എന്ന അഭിപ്രായമുണ്ട്, പുല്ലാണ് എന്ന അഭിപ്രായമുണ്ട്. ഈ പുല്ല് കൊടുക്കുമ്പോൾ, ഈ ഒട്ടകത്തിനോ ആടിനോ പുല്ല് കൊടുക്കുമ്പോൾ ഇങ്ങനെ നീട്ടിക്കൊടുക്കും, ഇത് അടുത്തേക്കെത്തുമ്പോൾ ഇങ്ങനെ വലിക്കും, വീണ്ടും നീട്ടിക്കൊടുക്കും, വലിക്കും. ഇതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കാണുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എൻ്റെ ആഗമന ഉദ്ദേശം ഇതാണ്. പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഈ ഒരു വളർത്തു മൃഗത്തെ വഞ്ചിക്കാൻ, ഈ ഒരു സാധു മൃഗത്തെ പറ്റിക്കാൻ ശ്രമിച്ച നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയാൻ മടിക്കില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്ര പ്രയാസം സഹിച്ച്. ഇനി മാത്രല്ല, ഒരു ഹദീസ് ഈ രൂപത്തിൽ സ്വീകാര്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ച് എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലേക്ക് അദ്ദേഹം ചേർത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. ഹദീസ് ക്രോഡീകരണത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. ഇത്ര വളരെ മനന വിധേയങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം രേഖപ്പെട്ട് കിടക്കുന്ന ഹദീസുകളെയാണ് ഇന്ന് ഓരോരുത്തർ തള്ളിക്കളയുന്നത്. സ്വഹീഹുൽ ബുഖാരിയിൽ 40 ഹദീസ്, അതങ്ങോട്ട് പോട്ടെ ചവറ്റുകൊട്ടയിലേക്ക്. അത് ഇത്ര ഹദീസ്, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. കാരണം അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇന്നൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കണല്ലോ, അതുകൊണ്ട് പോട്ടെ ചവറ്റുകൊട്ടയിലേക്ക്. പറയാൻ കഴിയില്ല ഒരു വിശ്വാസിക്ക്, പറയാൻ പാടില്ല. കാരണം ഖുർആനിന് നമ്മൾ എത്ര പ്രാധാന്യം നൽകുന്നുവോ അതുപോലെ നമ്മൾ പ്രാധാന്യം നൽകേണ്ടതാണ് പ്രവാചകന്റെ ഹദീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. പ്രവാചകന്റെ ഹദീസുകളും അത് അള്ളാഹുവിൽ നിന്നുള്ള വഹി അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു, വഹിയിൽ നിന്ന് അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവാചകന്റെ ഹദീസുകളും. അതുകൊണ്ട് തന്നെ ആ ഹദീസിനും ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് സ്വഹാബികൾ ഈ കാര്യം കേൾക്കും, അല്ലെങ്കിൽ പഠിക്കും, മനസ്സിലാക്കും. എന്നിട്ടാണ് പിന്നീട് പ്രവാചകന്റെ കാലശേഷമാണ് ഇത് രേഖപ്പെടുത്തുന്നത് അവസ്ഥ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രവാചകന്റെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. പിന്നെ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുള്ളത്. സ്വഹാബികളുടെ കൗലു സ്വഹാബി എന്നും സ്വഹാബികളുടെ വാക്കുകളും അതുപോലെ തന്നെ താബികളുടെ വാക്കുകളും എല്ലാം ഹദീസിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. നമ്മൾ തൽക്കാലം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കും അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞ ഹദീസിന്റെ മത്തന്, അല്ലെങ്കിൽ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന് തുടങ്ങുന്ന കിതാബുൽ ഈമാനിൽ 1-ാമത്തെ ഹദീസ്. അപ്പൊ നമ്മൾ കേൾക്കുന്നത് അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാരാ? ഹദീസിന്റെ റാവിയാണ്. ഹദീസിന് പ്രധാനമായി 2 ഭാഗമുള്ളത്. ഒന്ന് സനദ്, 2 മത്ന്. ഈ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെയുള്ള ഭാഗം, അതിൻ്റെ അപ്പുറത്തേക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പൊ സനദ് എന്ന് നമുക്കെല്ലാവർക്കും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അമുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും അറിയുന്ന കാര്യമാണ് എന്ത്? സനദ്. സനദ് നമ്മളെ നാട്ടിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ ചർച്ചയായൊരു വിഷയമാണ്.
കാരണം നമ്മളെ നാട്ടിലൊരു പണ്ഡിതൻ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കേശവുമായി കടന്നു വരികയും അത് പ്രവാചകന്റെ മുടി മുക്കിയ വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാണിജ്യാടിസ്ഥാനത്തിൽ അത് വിൽക്കപ്പെടുകയും ആ മുടി സംരക്ഷിക്കാനും അതിന് പ്രത്യേകമായൊരു കേന്ദ്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും 45 കോടിയുടെ പള്ളി ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞു വലിയ വിവാദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അന്ന് ആദ്യമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാസികകളിലൂടെയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വാരികകളിലൂടെയും നമ്മൾ തുറന്നു ചോദിച്ചു, അല്ല ഉസ്താദേ അതിന് സനദുണ്ടോ? ഈ ചോദ്യം അങ്ങ് കേരളത്തിലെ ജനത മുഴുവൻ ഏറ്റെടുത്തു. കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖരും സാമൂഹിക പ്രമുഖരും അടക്കമുള്ള ആളുകൾ ചോദിച്ചു, എവിടെ സനദ്? അപ്പോഴാണ് എല്ലാവരും പഠിക്കുന്നത് എന്താണ് സനദ് എന്നുള്ളത്. നമ്മളെ ഉമ്മത്തപ്പെട്ട ആൾക്കാർക്ക് തന്നെ അറിയില്ലായിരുന്നു ഇതെന്താ സനദ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ തമാശക്ക് പറയാറുണ്ട്, മൻ അക്കലൽ ബിത്തീഹ ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തമാശക്ക് ഒരു പറയാവുന്നൊരു ഭാഗം എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അക്കലൽ ബിത്തീഹ ദഖലൽ ജന്ന, ആരെങ്കിലും ബത്തക്ക തിന്നാൽ സ്വർഗത്ത് പോകും. അതിനപ്പുറത്ത് ചേർത്ത് എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഒരു ദീനിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ കേൾക്കുകയാണെങ്കിൽ എന്താ? അതാ നബി പറഞ്ഞിട്ടുണ്ട് ബത്തക്ക തിന്ന സ്വർഗത്ത് പോകുന്ന നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ഹദീസായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു മേഖല. മുമ്പൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തവൻ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ്. തമാശക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ഭാഗങ്ങൾ അതൊക്കെ. പക്ഷെ ഒരു കാലത്ത് ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അത് ഏതോ ഒരു പോത്ത് കച്ചവടക്കാരൻ, ഒരു ഇറച്ചി കച്ചവടക്കാരൻ ഉണ്ടാക്കിയതാ. അയാൾ കച്ചവടം കൂടാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ഭാഗം. അപ്പോൾ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തൊരു ദീനുൽ ഇസ്ലാം എന്ന് പുറത്താ എന്ന് പറയുന്നൊരു ഭാഗം ആരും ഉണ്ടാക്കി? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷെ തമാശക്കാണെങ്കിൽ പോലും നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ അങ്ങനെ വിശ്വസിച്ച് പോകുന്നൊരു മേഖല ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ വത്തക്ക തിന്ന സ്വർഗത്ത് പോകുന്നുള്ളൊക്കെ. പക്ഷേ ഈ സനദ് എന്ന വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കേരളത്തിലെ ജനത പഠിച്ചു എന്താ സനദ്. മാത്രമല്ല അത് ഇസ്ലാമിനെ പഠിക്കാനുള്ളൊരു വഴി കൂടിയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുസ്ലിങ്ങള് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് ഖുർആനാ. അവർക്ക് ഏതെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ അവർ അവലംബിക്കുന്നത് ഖുർആനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്വീകരിക്കുന്നത് അവരുടെ റസൂലിന്റെ, അവരുടെ നബിയുടെ വാക്കാണ്. പക്ഷേ അവരുടെ നബിയുടെ വാക്കും അവരുടെ നബിയുടെ പ്രവർത്തനങ്ങളും സ്വീകരിക്കുന്നതിന് ഇത്ര വലിയ മാനദണ്ഡമുണ്ടോ എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹങ്ങൾ പോലും പഠിക്കേണ്ടായി. ചാനൽ ചർച്ചകളിൽ ചോദിച്ചു അവതാരകര്, അല്ല ഉസ്താദെ സനദുണ്ടോ നിങ്ങളുടെ അടുത്ത് എന്ന്. എന്താ സനദ്? അവിടെയാണ് സനദിന്റെ പ്രസക്തി വരുന്നത്. ഈ ഹദീസ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കിതാബുൽ ഈമാനിലെ 1-ാമത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ്. ഈ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേൾക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ പ്രവാചകനിൽ നിന്ന് ഉമർ അല്ലാഹു കേൾക്കുന്നു. ഉമർ അല്ലാഹുവിൽ നിന്ന് മറ്റൊരു സഹാബി കേൾക്കുന്നു. മറ്റൊരു സഹാബിയിൽ നിന്ന് മറ്റൊരു സഹാബി കേൾക്കുന്നു. ആ സഹാബിയിൽ നിന്ന് മറ്റൊരു താബിഈ കേൾക്കുന്നു. ആ താബിയിൽ നിന്ന് മറ്റൊരു താബിഈ കേൾക്കുന്നു. ആ താബിയിൽ നിന്ന് മറ്റൊരു തബഉ താബിഈ കേൾക്കുന്നു. ഇങ്ങനെ ആ ഹദീസിന്റെ പരമ്പര ചെയിൻ, അതാണ് സനദ്. അവിടെയാണ് മുടി കൊണ്ടുവന്നപ്പോൾ ചോദിച്ചത്, അല്ല ഉസ്താദ് നിങ്ങൾക്ക് ഈ മുടി കിട്ടിയത് പ്രവാചകനിൽ നിന്ന് ഇന്ന സഹാബിക്ക് കിട്ടി, ആ സഹാബിയിൽ നിന്ന് ഇന്ന താബിഈന് കിട്ടി, ഇന്ന താബിയിൽ നിന്ന് തബഉ താബിഈന് കിട്ടി, ഇങ്ങനെ സലഫു സ്വാലിഹികളിൽപ്പെട്ട ആ ചെയിന് അങ്ങനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് പറയാൻ വ്യക്തമായ തെളിവുണ്ടോ എന്ന് സമൂഹം ചോദിച്ചു. അതോടുകൂടി ആ ചർച്ച ഏകദേശം കേരളത്തിൽ നിന്നുപോയി. ഇന്ന് അതിനെക്കുറിച്ച് അവർ കൂടുതൽ പറയുന്നില്ല. കാരണം എന്താ? സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെ ബോധ്യപ്പെട്ടു ഇത് സനദ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹദീസിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് സനദും മറ്റേത് മത്നുമാണ്. അഥവാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് വരെയുള്ള ആ ശൃംഖലയിൽപ്പെട്ട, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന്റെ ഗ്രന്ഥപഠന രംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകും അതിന്റെ ശൃംഖലകൾ. ഇപ്പൊ നമ്മൾ കാണുന്ന ഹദീസുകളിൽ ഇപ്പൊ നമ്മളൊരു കിതാബ് വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാസിക വായിക്കുക, നമ്മൾ അൽമനാറൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ ധാരാളം ഹദീസുകൾ അതിലുണ്ടാകും. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ആ ഹദീസിൽ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അല്ലെങ്കിൽ അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ അല്ലെങ്കിൽ അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഇങ്ങനെ ഒന്നോ രണ്ടോ സ്വഹാബികളെ നമ്മൾ കാണുള്ളൂ. പക്ഷേ അത് അതിലേറെ ചില ഹദീസുകൾ 100-ലധികം റാവിമാരുണ്ട്, ചില ഹദീസിന് 20 റാവിമാരുണ്ട്, ചില ഹദീസിന് ഒറ്റ റാവിയുള്ളൂ, ചില ഹദീസിന് 5 റാവി. ഇങ്ങനെ റാവികൾ വ്യത്യസ്തമാണ്. അതാണ് ആ റാവികളിൽ നിന്നാണ് സനദ് വരുന്നത്. പിന്നെ വരുന്ന ഭാഗമാണ് മത്തിന്. അതെന്താണ്? പ്രവാചകന്റെ വാക്ക്. ആ കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ എന്ത് പറഞ്ഞോ അതാണ് മത്തിന് എന്ന് പറയുന്ന ഹദീസിന്റെ ഭാഗം. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഹദീസുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി അതോടൊപ്പം തന്നെ ഈ സഹാബികളുടെ വാക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന നിലക്കുള്ള ചർച്ചകളൊക്കെ സാധാരണയായി ഉണ്ടാകാറുണ്ട്. ആ രൂപത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ പ്രവേശിക്കുന്നില്ല. ഇനി ഈ ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയാണ് ഹദീസ് എങ്ങനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഹദീസ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ആ കാര്യം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഹദീസ് നിദാന ശാസ്ത്രം. ഇപ്പോൾ ഖുർആനിന് ഉലൂമുൽ ഖുർആൻ ഉണ്ട്. അഥവാ ഖുർആനിലെ ഒരു ആയത്ത്, ഇപ്പൊ നമ്മളൊരു ആയത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം പരിഭാഷ നമുക്ക് മനസ്സിലാകും. പക്ഷേ ആ ആയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള അഹ്കാമുകൾ എന്തൊക്കെയാണ് എന്ന് ഒരുപക്ഷെ നമുക്കൊരു സാധാരണ നിലക്ക് നമുക്ക് പറയാൻ പറ്റൂല. അപ്പാണ് അതിന്റെ ഉലൂമുൽ ഖുർആന്. ഉലൂമുൽ ഖുർആനിൽ വരുന്ന മേഖല എന്താ? ഈ ആയത്ത് എപ്പോൾ അവതരിച്ചു, ഏത് സന്ദർഭത്തിൽ അവതരിച്ചത്, ഇതിന്റെ സബബുൻ നുസൂൽ എന്താ എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ ഈ ഉലൂമുൽ ഖുർആനിൽ വരും. എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിലാണ്, എപ്പോഴാണ് അവതരിച്ചത് എന്ന് തുടങ്ങുന്ന അതിൽ നിന്നുള്ള അഹ്കാമുകൾ. അതാണ് യഥാർത്ഥത്തിൽ തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു തഫ്സീറാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ ഇബ്നു കസീർ. സാധാരണ അറബി തഫ്സീറുകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന, അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്ന തഫ്സീറാണ്, നമ്മൾ വായിക്കുന്ന തഫ്സീറാണ് മഹാനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീർ. ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കുന്ന തഫ്സീർ അത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ പോലെയുള്ള, തഫ്സീർ മനാർ പോലെയുള്ള, തഫ്സീർ റാസി പോലെയുള്ള തഫ്സീറുകളിൽ നിന്നെല്ലാം സംക്ഷിപ്തമായി എടുത്ത് മലയാളത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു മലയാള തഫ്സീറാണ് അമാനി മൗലവിയുടെ തഫ്സീർ ഖുർആന്റെ നിലയ്ക്ക്. ഇത് അതുപോലെ തന്നെ ഈ ഉലൂമുൽ ഖുർആൻ പോലെ തന്നെ ഖുർആനിന്റെ ശാസ്ത്രം പോലെ തന്നെ ഹദീസ് നിദാന ശാസ്ത്രവുമുണ്ട്. ഹദീസിനെ കുറിച്ച് പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൻ അക്കലൽ ബിത്തി ഖദഖലൽ ജന്ന. ഇങ്ങനൊരു ഹദീസ് കേൾക്കുകയാണ്, അവിടെ ആ ഹദീസ് അങ്ങോട്ട് എടുത്തിട്ട് സർവ്വവിധ ചർവണങ്ങൾക്കും വിധേയമാക്കുകയാണ്. ഇതാര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, നബിയിൽ നിന്ന് ആര് കേട്ടു. നമ്മളൊരു വാർത്ത കിട്ടുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് പോലെ തന്നെ അത് പഠിക്കുന്ന മേഖലയാണ് ഹദീസ് നിദാന ശാസ്ത്രം എന്നുള്ളത്. അത് പഠിക്കാനും ആ നിലക്കുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുഹദ്ദിസുകൾ എന്ന് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന കുറേ മുഹദ്ദിസുകൾ പലപ്പോഴും പല രൂപത്തിലുള്ള വസ്വാസുകളും നമ്മുടെ നാട്ടിലും വിദേശത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു വിഭാഗത്തിന് സാധാരണ നിലക്ക് നമ്മൾ പറയാറുള്ളത് മുസ്തലഹുൽ ഹദീസ് എന്നാണ്. ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയും. ഇനി ആ മുസ്തലഹുൽ ഹദീസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഹദീസ് എന്താണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. അതിനുശേഷം അസർ. ഹദീസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു തെളിവാണ് അസർ. എന്താണ് അസർ? ഈ അസർ എന്നുള്ളത് സഹാബികളിലേക്കോ താബിഇകളിലേക്കോ ചേർത്തി പറയുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹദീസിലെ കുറിച്ചും സഹാബികളുടെ വാക്കുകളും താബിഇകളുടെ വാക്കുകളും ഹദീസിൽ ഉൾപ്പെടുമെന്ന നിലക്കുള്ള ചർച്ചകൾ വരാറുണ്ട്. ഈ ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും അസർ എന്ന് പറയുന്നത് സഹാബികളുടെയും താബിഇകളുടെയും വാക്കുകളെ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച്, മുസ്തലഹുൽ ഹദീസ് അനുസരിച്ച് സഹാബികളുടെയും താബിഇകളുടെയും വാക്കുകളെ സാധാരണ നിലക്ക് പറയാറുള്ളത് അസർ എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ സനദ്, മത്തിന്. പിന്നെ പറയുന്ന ഭാഗം ഹദീസ് സ്വീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമാണ് മുഹദ്ദിസ്.
അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും അതിൻ്റെ സനദും മത്തിനും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വ്യത്യസ്തമായ റിവായത്തുകളും വളരെ വ്യക്തമായി പഠനം നടത്തുകയും ആ രൂപത്തിൽ മനനങ്ങൾ നടത്തുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മുഹദ്ദിസുകൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് ഹദീസുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന ഗ്രന്ഥങ്ങൾ ഓരോ റാവികളെക്കുറിച്ചും കൃത്യമായി പഠിച്ച ഗ്രന്ഥങ്ങൾ. ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്തൊക്കെയാണത്? ഒന്ന്, പ്രധാനമായും സ്വീകാര്യമായ ഹദീസുകൾ നമ്മൾ പറയും. നമ്മൾ ഒറ്റയടിക്ക് ചോദിക്കും, ഹദീസ് സ്വഹീഹാണോ? സ്വഹീഹ് ലൈഫ് എന്ന രണ്ട് മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം. ആര് കേട്ടാ അങ്ങനെ ഹദീസ് ഉണ്ടോ, അങ്ങനെ നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് കേട്ടാൽ നമ്മൾ പറയും ആ ഹദീസ് സ്വഹീഹാണോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ അഥവാ ഹദീസുകളുടെ കൂട്ടത്തിൽ പ്രാമാണികമായി അംഗീകരിക്കുന്ന ഏറ്റവും ടോപ്പ് ഹദീസാണ് ഇത് സ്വഹീഹായ ഹദീസുകൾ. സ്വഹീഹ്, ഹസന് എന്ന ഹദീസുകളാണ് പ്രധാനമായി നമ്മൾ സ്വീകരിക്കുന്ന ഹദീസുകൾ, സ്വഹീഹ്, ഹസൻ. പിന്നെ അതിൻ്റെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ലഈഫ്, അതുപോലെ തന്നെ മർഫൂ, മഖ്തൂ, ഇങ്ങനെ തുടങ്ങുന്ന കുറേ വിഭാഗങ്ങൾ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഹദീസ് സ്വഹീഹാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൊണ്ട് പറയാം ആ ഹദീസ് സ്വഹീഹാണ് അല്ലേ. പക്ഷെ ഒരു ഹദീസ് സ്വഹീഹാകണയുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാ? ഒരു ബൈഖൂനി എന്ന ഒരു ബൈത്തുണ്ട്. ഈ ഹദീസ് ഉലൂമുൽ ഹദീസ് പഠിക്കാൻ നമ്മുടെ നാടുകളിലൊക്കെ കോളേജുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ പറയുന്നുണ്ട്, അബ്ദഉ ബിഹംദി മുസല്ലിയൻ അലാ മുഹമ്മദിൻ ഖൈറിൻ നബി ഉർസില വദീമിൻ അഖ്സാമിൽ ഹദീസി ഇദ്ദത്തുൻ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ അവ്വലുഹ സ്വഹീഹ് വഹുവ മത്തസല ഇസ്നാദുഹു വലം യശുദ് ഔ യുഅൽ യർവീഹി അദ്ലുൻ ളാബിതുൻ അൻ മിസ്ലിഹി മുഅതമിദുൻ ഫീ ളബ്തിഹി വനഖ്ലിഹി. എന്താണ് ഹസനായ ഹദീസ്, എന്താണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയുകയാണ്. അവ്വലുഹ സ്വഹീഹ്, ഒരു ബൈത്തായിട്ട് പാട്ട് രൂപത്തിൽ പറയാണ്. അവ്വലുഹ സ്വഹീഹ് വഹുവ മത്തസല ഇസ്നാദുഹു. എന്താണ്? അതിൻ്റെ ഇസ്നാദ് ചേരണം, അതിൻ്റെ സനദ് കൃത്യമാകണം. അത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ റാവി മുതൽ പ്രവാചകനിലേക്ക് എത്തുന്നതിനിടയിലുള്ള 20 ആളുണ്ടോ, 15 ആളുണ്ടോ, 100 ആളുണ്ടോ, 110 ആളുണ്ടോ, ഇവരൊക്കെ തമ്മിൽ ചേരണം. ഈ ചെയിൻ എങ്ങനെ തുടർച്ചയായിട്ട് പോരണം. ഇതിൻ്റെ ഇടയിൽ ഭിന്നത വന്നാലോ ആ ഹദീസ് സ്വഹീഹല്ല. അതിൽ സ്വഹാബി ക്ലിയർ ആവണം, താബി ക്ലിയർ ആകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല സംസാരത്തിൻ്റെ ആദ്യ ഭാഗത്ത്, നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എന്തിൽ രംഗത്തായാലും ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടാൽ നമ്മൾ അന്വേഷിക്കും അത് ആരെ പറഞ്ഞത്, എപ്പോഴാ പറഞ്ഞത്, അയാൾക്ക് എവിടുന്നേ കിട്ടി, അയാളോട് ആരാ പറഞ്ഞത് എന്ന നിലക്ക് നമ്മൾ പരിശോധിക്കൂലേ, നമ്മൾ അന്വേഷിക്കൂലേ. അതേപോലെ തന്നെ ഹദീസിന്റെ കാര്യത്തിലും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഇന്ന ആളാ പറഞ്ഞത്, അയാൾക്ക് ഇനി കുഴപ്പം, അയാൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആളാണ് എന്ന് ഒരു ന്യൂനത ഉള്ള ഒരു മോശമായ ഒരാൾ അങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് തള്ളിക്കളയൂലേ. അതേപോലെ തന്നെ ഹദീസിന്റെ കാര്യത്തിൽ. എങ്ങനെ? ഹദീസിൽ ഒരു റാവി, ഇന്ന പേരുള്ള ഒരു റാവി, അയാൾക്ക് ഇന്നും കുഴപ്പമുണ്ട്, അയാൾ നുണ പറയുന്ന ആളാ, അയാൾക്ക് പ്രായം അധികരിച്ചുകൊണ്ട് അയാൾക്ക് ഓർമ്മശക്തിയുടെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അതാണ് എന്താണ് സനദിലെ മുഴുവൻ നിവേദകരും പരസ്പരം നേരിട്ട് കേൾക്കുകയും മാത്രമല്ല അതിലും ലാബിത്തുൻ. ഞാൻ പറഞ്ഞില്ലേ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ചരിത്രം പറഞ്ഞില്ലേ, ആ ആടിന് അല്ലെങ്കിൽ ആ മൃഗത്തിന് ഭക്ഷണം കൊടുക്കുമ്പോ ഒന്ന് അതിനെ വെറുതെ പറ്റിച്ചതാ. ഇപ്പൊ നമ്മളിപ്പോ കുട്ടികൾക്കൊക്കെ ഇന്ന സാധനം തരാ, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇന്നത് തരാന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറ്റിക്കൂലേ, അതേപോലെ ഒരു സംഭവം. പക്ഷേ ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു പറ്റൂല. ഇങ്ങനെ എത്ര ഒരു മിണ്ടാപ്രാണിയെ പറ്റിക്കാൻ ശ്രമിച്ച നിനക്ക് അള്ളാന്റെ റസൂലിന്റെ പേരിൽ നുണ പറയാൻ, കെട്ടിച്ചമക്കാൻ നിനക്ക് യാതൊരു മടി ഉണ്ടാവൂല, അതുകൊണ്ട് നിന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. ആലോചിച്ച് നോക്ക്, 2 മാസം യാത്ര ചെയ്തിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 മാസം യാത്ര ചെയ്തിട്ട് ഇയാളെ കാണാൻ പോകുന്നത്, എന്നിട്ടാ തിരിച്ചു പോരുന്നത്. അത്രയ്ക്ക് സൂക്ഷ്മമായ പരിശോധനകൾക്കും പഠന മനനങ്ങൾക്കും വിധേയമാക്കിയിട്ട ഇസ്ലാമിലെ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളെ പോലെയല്ല, അതുപോലെ തന്നെ ബൈബിള് പോലെയല്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ സാധാരണ കുറേ കഥകൾ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് എല്ലാ മതത്തിലും.
പക്ഷെ അതുപോലെയല്ല വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും. ഖുർആൻ അത് നേരിട്ട് അല്ലാഹു അവതരിച്ച വാക്കുകളാണ്. ഹദീസ് എന്ന് പറയുന്നത് കൃത്യമായ പഠന മനനങ്ങൾക്ക് വിധേയമാക്കി. എന്താണ് ഓരോ റാവിമാരും ഹദീസ് ഉദ്ധരിച്ച സനദിലുള്ള ആളുകൾക്ക് പറയുന്നതാണ് റാവി. ഈ ഓരോ റാവിയും കൃത്യമായിരിക്കണം. അതിനാർക്കെങ്കിലും ഈ പറഞ്ഞ രൂപത്തിലുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ ബുദ്ധിക്ക് പ്രശ്നമുള്ള ആളാണോ, കേൾവിക്ക് പ്രശ്നമുള്ള ആളാണോ, ഓർമ്മശക്തിക്ക് കുറവുള്ള ആളാണോ, പ്രായാധിക്യം കൂടിയ ആളാണോ, സ്വീകരിക്കാൻ പറ്റൂല. ഇങ്ങനെ പഠന മനനങ്ങൾക്ക് വിധേയമാക്കി ഓരോ റാവികളെ കുടിച്ച് പഠിച്ച് എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥങ്ങൾ ഇന്നുണ്ട് നമുക്ക്. അതതിൻ്റെ പ്രത്യേകത. ഇപ്പോ നമ്മളെ നാട്ടിലും വിദേശത്തൊക്കെ നമ്മൾ ആദർശ സുഹൃത്തുക്കളുമായി ആദർശ ശത്രുക്കളുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സംവാദങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ സംവാദങ്ങൾ നടത്തുമ്പോൾ നമ്മളെ ശത്രുക്കൾ അപ്പോൾ ലൈവായിട്ട് അപ്പുറത്തും ഇന്ന് സംസാരിക്കുമ്പോൾ ചില വിഷയങ്ങൾ വരുമ്പോൾ അല്ലേ, കൊട്ടപ്പുറത്ത് AP അബ്ദുൽ ഖാദർ മൗലവിയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സംവാദം നടത്തി. കൊട്ടപ്പുറം സംവാദം. അല്ലാഹനല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ ഖുർആനിൽ എന്ന് ചോദിച്ചപ്പോൾ വസ്അൽ മൻ അർസല എന്നുള്ള വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിയത്. ഇതുപോലെ സംവാദങ്ങളിലും മറ്റൊക്കെ വരുമ്പോൾ ഹദീസുകൾ ഉദ്ധരിക്കും അല്ലേ. ഒരു സംവാദത്തിൽ ഉദ്ധരിച്ചു ലഇൻ ഖാമ അലാ ഖബരി, നമുക്കൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഭവങ്ങളാ. എൻ്റെ ഖബറിന്റെ മുകളിൽ നിന്നിട്ട് നിങ്ങൾ ചോദിച്ചോളി എന്ന് പറഞ്ഞൊരു സംഭവം സംവാദത്തിലെടുത്ത് ഉദ്ധരിക്കുക. അതിനും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖാല റസൂലുള്ളാഹി എന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെയാണ് അതിൻ്റെ സനദ് പരിശോധിക്കുക, അതിലെ റാവിമാരെ കുറിച്ച് പരിശോധിക്കുക. അപ്പോഴാണ് അത് മനസ്സിലാകുക ഇന്ന റാവി കുറച്ച് മോശക്കാരനാണ്, അയാൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന നിലക്ക് പഠന മനനങ്ങൾക്ക് വിധേയമാക്കുമ്പോഴാണ് ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ സ്വഹീഹ്, ഞാൻ പറഞ്ഞല്ലോ അവ്വലു ഹസ്വഹീഹ് വഹുവ മത്തസല ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ, അതില് നീതിമാനായ ആളായിരിക്കണം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. വേറെ കുഴപ്പങ്ങളൊന്നും അയാൾക്ക് ഉണ്ടാകാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, സത്യസന്ധനായിരിക്കണം. മാത്രമല്ല ഈ നിലക്കുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി മുഴുവൻ ന്യൂനതകളിൽ നിന്നും കഴിച്ചിലായ ആളുകളായിരിക്കണം, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ആളുകളായിരിക്കണം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതാണ് ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഈ സ്വഹീഹായ ഹദീസിന്റെ ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ പ്രബലമായ പരമ്പരയിൽ വന്ന ഹദീസിനെതിരായ ഒരു സ്വീകാര്യൻ ഉദ്ധരിച്ച ഹദീസ് ഉണ്ടാവാൻ പാടില്ല. അതെങ്ങനെ? ഇപ്പൊ ഒരു ഹദീസ് വന്നു, അതേപോലെ തന്നെ പ്രബലമായ റാവികളിലൂടെ ഉദ്ധരിച്ച ഹദീസ്, പക്ഷെ മറ്റൊരു ഹദീസ് വരികയാണ് അതിന് വിരുദ്ധമായിട്ട്, അപ്പൊ അത് സ്വഹീഹാകൂല. ഈ നിലക്കുള്ള പഠനങ്ങളാണ് ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി മാത്രമല്ല അതിൽ തന്നെ ഏറ്റവും സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ഏത്? ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഹദീസ് സ്വീകരിക്കാൻ ഹദീസ് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിലേക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒരു ഹദീസ് കേട്ട് അത് പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലേക്ക് അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരവും കൂടി നിസ്കരിച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ ഹദീസുകൾ രേഖപ്പെട്ടിട്ടുള്ളത്. 7000-ലധികം 7275 ഹദീസുകൾ അതിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 7275 ഹദീസ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി എടുത്ത പണി എത്ര റക്അത്ത് നിസ്കാര, എന്നിട്ടാണ് അത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ച് രേഖപ്പെടുത്തിയ ഹദീസുകളാണ് ഇന്ന് ചില ആൾക്കാർ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ 400 ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, പോട്ടെ വേസ്റ്റ് കോട്ടയിലേക്ക്. ഇല്ല, ഒരു മുഅ്മിനിനെ പറയാൻ കഴിയില്ല. ഇനി അഥവാ അതില് ഈ 7275 ഹദീസ് എന്ന് പറയുമ്പോൾ അതില് ആവർത്തനങ്ങൾ ഉണ്ടാവും. ചില വിഷയങ്ങൾ വരുമ്പോൾ ഒരേ ഹദീസ് തന്നെ വ്യത്യസ്തമായ റാവികളൊക്കെ പറഞ്ഞ ഹദീസ് ഉണ്ടാവും. ആ രൂപത്തിൽ ആവർത്തനങ്ങൾ ഉണ്ടാകും. ആവർത്തനങ്ങളെല്ലാം ഒഴിവാക്കിയാൽ 4000-ഓളം ഹദീസുകളാണ് സ്വഹീഹുൽ ബുഖാരി കൃത്യമായി രേഖപ്പെട്ടു കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് താൽക്കാലികമായി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇമാം സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്വഹീഹുൽ മുസ്ലിമാണ്. ഈ ഇമാം ബുഖാരിയും മുസ്ലിമും
ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് നമ്മൾ മുത്തഫഖുൻ അലൈഹി എന്ന് പറയാം. ഇൻഷാ അല്ലാ കൂടുതൽ ചർച്ചകളും കൂടുതൽ വിഷയങ്ങളും ഇൻഷാ അല്ലാ വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളെ പഠനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ഓരോ ബാബായിട്ട് നമുക്ക് ഇൻഷാ അല്ലാ പഠിച്ച് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു തആല പഠിച്ചതെല്ലാം മനസ്സിലാക്കി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അത് ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല നിയ്യത്തുകളും അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അസാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.